പോലീസിനെ നിയന്ത്രിക്കുന്ന CPM നേതാക്കൾ. ആ CPM നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നവീൻ ബാബുവിൻ്റെ കേസിൽ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് ഭാര്യ മഞ്ജുഷ നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. SITU അന്വേഷണമൊന്നും കൃത്യമായിട്ടല്ല നടക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായി. കഴിഞ്ഞ ദിവസം CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ നിരാകരിക്കുകയായിരുന്നു ഗോവിന്ദൻ. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിൽ എങ്ങനെയാണ് നവീൻ ബാബു മരിച്ചത് എന്നതിൽ സംശയം നിലനിൽക്കുകയാണ്. അതൊരു സ്വാഭാവിക ആത്മഹത്യയായിരുന്നോ, അദ്ദേഹം സ്വയം തൂങ്ങി മരിച്ചതാണോ, അതോ ആരെങ്കിലും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ? ഒരുപാട് ദുരൂഹതകളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നമുക്ക് പുറത്തു വരുന്ന ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തൊക്കെയാണ് അതിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ? ഗൗതം പറഞ്ഞത് ശരിയാണ്. കുടുംബം ഇപ്പോൾ CBI അന്വേഷണം തുടർച്ചയായിട്ട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഉപതെരഞ്ഞെടുപ്പ് ദിവസം പോലും മീഡിയ മലയാളം ഈ വാർത്ത വിട്ടിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഒരു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്നല്ല നമ്മൾ പറയുന്നത്. ഇതുപോലെ മരണപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിരവധി പേരുണ്ട്. അപ്പോൾ ഒരു നവീൻ ബാബുവിന് നീതി കിട്ടിയാൽ ഇതുപോലെ അനേകം ആളുകൾക്ക് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കേസിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആദ്യം കോടതിയിൽ നിന്ന് വാങ്ങിക്കോളാൻ പറയുന്നു, പിന്നീട് കോടതിയിൽ നിന്ന്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച എന്ന് പറയുന്നത് CPMനെ കുടുംബം വിശ്വസിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മൃതദേഹം സംസ്കരിച്ചു എന്നുള്ളതാണ്. അവരുടെ ആചാരപ്രകാരം അവർ അതിനെ സംസ്കരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇനി നമുക്ക് റീപോസ്റ്റ്മോർട്ടത്തിനൊരു വഴിയില്ല. അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ നമുക്ക് അതിൽ നിന്ന് ശേഖരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയായി. കാരണം അവർ CPM അനുഭാവികളായ കുടുംബമാണ്. അവർ അതുകൊണ്ട് CPMനെ വിശ്വസിച്ചു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒന്നുകൂടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് എന്തെങ്കിലും മുറിവുകൾ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ക്ഷതമേറ്റതിൻ്റെ പാടുകളുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അതിനുള്ള വഴി അടഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മാതൃഭൂമി പത്രം ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്നത് വളരെ പാരമ്പര്യമുള്ള പത്രമാണ് മാതൃഭൂമി. അതിൽ ഗ്രാഫിക്സ് അടക്കമാണ്. നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്, ട്രെയിന് കാത്തിരിക്കുന്നത്, കസേരയിൽ കിടക്കുന്നത്, പിന്നീട് റെയിൽ പാളത്തിലൂടെ നടക്കുക. അതായത് അദ്ദേഹത്തിന് ഒരു ആത്മഹത്യാ പ്രേരണ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനായി റെയിൽവേ പാളത്തിലൂടെ നടക്കുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ CCTV ദൃശ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഈ വാർത്ത കണ്ടിട്ട് RPF തന്നെ പറയുന്നു, നവീൻ ബാബു എന്ന് പറയുന്ന ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല, ഞങ്ങളുടെ CCTVയിൽ അങ്ങനെ ഒരു സംഭവമേ പതിഞ്ഞിട്ടില്ല എന്നുള്ളത്. കൃത്യമായിട്ട് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ ഒക്ടോബർ 14 ഇദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം ഈ യാത്രയപ്പ് ചടങ്ങിന് ശേഷം ആരെ ഇദ്ദേഹം കണ്ടു? ഇദ്ദേഹം മുനീശ്വരൻ കോവിലിന്റെ അടുത്ത് പോയിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ ഇദ്ദേഹം 1 മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോഴൊക്കെ ആരെയൊക്കെയാണ് ഇദ്ദേഹം കണ്ടത്? ആ സമയത്ത് വന്ന കോളുകൾ എന്തൊക്കെയാണ്? ഇദ്ദേഹം തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോയപ്പം ആരെങ്കിലും ഇദ്ദേഹത്തെ കാണാൻ വന്നോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അന്വേഷിക്കാനുണ്ട്. പോലീസ് ഇതിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്തുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് CCTV ദൃശ്യങ്ങളില്ല തുടങ്ങിയ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് ആരെയോ സംരക്ഷിക്കുകയാണെന്ന് വല്ലവർക്കും തോന്നിയാൽ അതിൽ തെറ്റില്ല. ഇല്ല, മാത്രമല്ല മഞ്ജുഷ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവർ കോടതിയിൽ, എനിക്ക് തോന്നുന്നു കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അവരൊരു ഹർജി നൽകിയിരുന്നു. അതായത് ദിവ്യയുടെയും കളക്ടറുടെയും കോൾ ലിസ്റ്റുകൾ തനിക്ക് വേണം, ADMന്റെയും കോൾ ലിസ്റ്റുകൾ തനിക്ക് വേണം. കാരണം 3 മാസം കഴിഞ്ഞാൽ കമ്പനികളിൽ കോൾ ലിസ്റ്റുകൾ വെച്ചേക്കില്ല. അത് അവരത് എടുക്കാൻ സാധിക്കില്ല. നമുക്ക് 3 മാസം മുതൽ 6 മാസം വരെ എങ്ങാണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കോൾ ലിസ്റ്റുകൾ തനിക്ക് വേണം. കാരണം CPMനുള്ള അവരുടെ വിശ്വാസം പോയി, പോലീസിലുള്ള അവരുടെ വിശ്വാസം പോയി. മറ്റൊന്ന്, 3 ഓട്ടോയിൽ നവീൻ ബാബു കയറി എന്നാണ് പറയുന്നത്. ഈ 3 ഓട്ടോക്കാരന്മാർ എവിടെയാണ്? ഈ 3 ഓട്ടോറിക്ഷയിലെ ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ എവിടെയാണ്? അവരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. 3 തവണ എന്തിനാണ് ഇദ്ദേഹം ഇപ്പോൾ മുനീശ്വരൻ കോവിലിൽ നിന്ന് ക്വാർട്ടേഴ്സിലേക്ക് വന്നു എന്ന് പറയുന്നു, ക്വാർട്ടേഴ്സിൽ നിന്ന് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയെന്ന് പറയുന്നു, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 CCTV ദൃശ്യങ്ങൾ എവിടെയാണ്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ADM ഹാങ്ങിങ് ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്, കെട്ടി തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാളെ 2-3 പേർ ചേർന്ന് ബോധം കെടുത്തിയതിന് ശേഷം കയറിൽ കെട്ടിയിട്ട് പിടിച്ചു കൊടുത്താൽ, വലിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ആത്മഹത്യ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത് ഇനി കോടതിക്ക് ഒരു റീപോസ്റ്റ്മോർട്ടം നടത്താൻ പറയാനുള്ള രേഖകളില്ല. കാരണം അത് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അതിന് കഴിയില്ല.
മാത്രമല്ല ഇൻക്വസ്റ്റ് നടപടികൾ സാധാരണ ഒരു ദുരൂഹ മരണം നടക്കുമ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ബന്ധുമിത്രാദികൾ വന്നതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ തയ്യാറാക്കൂ. തിടുക്കപ്പെട്ടാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത എന്ന് പറയുന്നത്. ഹർജി സമർപ്പിച്ചിട്ടുണ്ടായി, CBI അന്വേഷണം വേണം, എന്റെ ഭർത്താവിന് യഥാർത്ഥത്തിൽ ആരാണ് അതിന് പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിലും ഇവർ ആരോപിക്കുന്നത് കാര്യങ്ങൾ ഇതാണ്, ഈ ഇൻക്വസ്റ്റ് നടപടികൾ കൃത്യമായി നടന്നിട്ടില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും CPM ഇവ വലിയ രീതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ കൂടെ ആണ് ഞങ്ങളെന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തുകയും, എന്നാൽ ഇപ്പോ അത് നടക്കില്ല എന്നുമാണ് ഈ ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ മാസം സത്യം പറഞ്ഞു ഗൗതം, അത് മനസ്സിലായില്ല. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എവിടെയെങ്കിലും ഒരിടത്ത് വിജയം കിട്ടാൻ ആളുകളെ കയ്യിലെടുക്കാനായി നവീൻ ബാബുവിന്റെ ആ സമയത്ത് ഒരു പ്രമുഖ മാധ്യമങ്ങൾ നവീൻ ബാബുവിന്റെ വിഷയം ചർച്ചയാക്കിയില്ല. അവർക്ക് ആ സമയത്ത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് മാത്രമാണ് എല്ലാവരുടെയും ഫോക്കസ്, എല്ലാവരുടെയും ചർച്ചാ വിഷയം. അത് കഴിഞ്ഞിട്ട് BJPയിൽ പാലക്കാട് തോൽവിയെക്കുറിച്ചായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. പ്രമുഖ മാധ്യമങ്ങൾക്ക് റീച്ച് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവർ നവീൻ ബാബുവിനെ വിട്ടു. ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ, 1-2 ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഇവിടെ നവീൻ ബാബുവിന്റെ വിഷയം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. CBI അന്വേഷണം വേണം, നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ സത്യം തെളിയൂ. അത് ഒരു നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയല്ല. ഇതുപോലെ മരണപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. പോലീസിൽ തന്നെ ഏകദേശം 90 പേരാണ് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ എന്ത് കാരണം എന്ന് പോലും അറിയാതെ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം പിന്നെ എന്താ പറയുക, നടുത്തെരുവിൽ എങ്ങനെയാണ് തങ്ങളുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ മരണപ്പെട്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ CBI വരുന്ന ഒരു അന്വേഷണം ഘടിപ്പിച്ചാൽ, കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞാൽ, ദിവ്യയ്ക്ക് ഇതിൽ പങ്കുണ്ടോ, ദിവ്യ ആർക്ക് വേണ്ടിയാണ് സിവിൽ ഡെത്ത് ഉൾപ്പെടെയുള്ള വാചകങ്ങൾ ആ മീറ്റിംഗിൽ വന്നിരുന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടി, കളക്ടർ എന്തിനാണ് കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞത്, റിപ്പോർട്ട് നൽകിയ ഗീതയോടും പോലീസിനോടും പറയാത്ത കാര്യങ്ങൾ തന്നെ വന്ന് നവീൻ ബാബു കണ്ടു, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് എന്തിനാണ് നവീൻ ബാബുവിന് തെറ്റുപറ്റിയത്, അത് കളക്ടർ വ്യക്തമാക്കണ്ടേ. കളക്ടറാണ് ഇതിൽ യഥാർത്ഥ വില്ലൻ എന്നാണ് പലരും പറയുന്നത്. കളക്ടർക്കെതിരെയാണ്. അതെ, കളക്ടറുടെ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. എങ്കിൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരൂ. കാരണം ആറളം ഫാമുമായി ബന്ധപ്പെട്ട് CPI ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതായത് ആറളം ഫാമിന്റെ പാട്ടക്കരാർ സ്വകാര്യ വ്യക്തികൾക്ക് കളക്ടർ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPI അതിലൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആറളം ഫാം പാട്ടക്കരാറിന് സ്വകാര്യ വ്യക്തിക്ക് നൽകാൻ ഈ കളക്ടർ തീരുമാനിച്ചത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് ഈ നവീൻ ബാബുവിന്റെ മരണശേഷം പുറത്തു വന്നതാണ്. അപ്പോൾ ഈ കളക്ടർ അറിഞ്ഞുകൊണ്ട് വലിയൊരു ഭൂമാഫിയയുടെ ഇടപാടുകൾ എവിടെയോ നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. എന്തായാലും ഇതിൽ നവീൻ ബാബു ആ സമയം മുതലേ ഇതിനെല്ലാം എതിരായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ഇവരുടെ കണ്ണിലെ ഒരു കരടായിരുന്നു, ഒരു വെറുപ്പോട് കൂടിയിട്ടായിരിക്കും ഈ കലക്ടറും അല്ലെങ്കിൽ മറ്റ് CPMന്റെ മറ്റ് സിൽബന്ധികളൊക്കെ നവീൻ ബാബുവിനെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം നേരത്തെ തന്നെ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് ഒരുപാട് തവണ അപേക്ഷിച്ചു. അപ്പോഴൊക്കെ നിരാകരിച്ചു. പിന്നീട് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുക്കുന്നു, സ്പെഷ്യൽ ഓർഡറിന്റെ പുറത്ത് ട്രാൻസ്ഫർ കൊടുക്കുന്നു. അപ്പൊ നവീൻ ബാബു കണ്ണൂരിൽ നിന്ന് രക്ഷപ്പെടാൻ കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമം പത്തനംതിട്ടയിലേക്ക് പോകാനിരുന്ന ആ വൈകുന്നേരം അദ്ദേഹം മരണപ്പെടുകയും ചെയ്യും. അത് ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിൽ വിളിച്ച് പറയുകയാണ്, ഞാൻ രാത്രി ട്രെയിനിൽ കയറും, രാവിലെ നിങ്ങൾ എന്നെ വിളിക്കാൻ വരണമെന്ന്. അത്രയ്ക്ക് വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിന് പിന്നെ എന്തൊക്കെയോ സംഭവിക്കുന്നു. അദ്ദേഹം വന്ന് ഈ കയർ എവിടെ അദ്ദേഹത്തിന്റെ റൂമിൽ ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കയർ എവിടുന്ന് വാങ്ങി അതൊരു ചോദ്യമല്ലേ. മാത്രമല്ല ഈ ക്വാർട്ടേഴ്സ് ഉത്തരവാദിത്വത്തോടെ പൂട്ടി നൽകേണ്ട കടമ ഇദ്ദേഹത്തിനുണ്ട്. ആ ക്വാർട്ടേഴ്സ് പൂട്ടി ആരെയാണോ അത് താക്കോൽ ആ താക്കോൽ അദ്ദേഹം വീണ്ടും എന്തിനു വാങ്ങി, ആരിൽ നിന്നാണ് ആ താക്കോൽ വാങ്ങിയത്? ഡ്രൈവർ ഷംസുദ്ദീൻ പറയുന്നത് സത്യമാണോ? ഷംസുദ്ദീനെ ഒരു തവണ പോലീസ് ചോദ്യം ചെയ്തു, പിന്നെ ചിത്രങ്ങളിലൊന്നും ഷംസുദ്ദീൻ ഇല്ല. ഈ ഷംസുദ്ദീൻ പറയുന്നത് എത്രത്തോളം സത്യമാണ് അത് തിരിച്ചറിയാം. ഷംസുദ്ദീൻ മുനീശ്വര കോവിലിൽ ഇറക്കി കാസർഗോഡുള്ള ഒരു സുഹൃത്തിനെ കാണാനെന്ന് പറയുന്നത് ഇതാരും കണ്ടിട്ടില്ല, അവിടുത്തെ CCTV ദൃശ്യങ്ങളിലുമില്ല. അപ്പോൾ ഷംസുദ്ദീൻ കാറിൽ ഇറക്കി എന്ന് പറയുന്നത് സത്യമാണോ? ഷംസുദ്ദീനെ വീണ്ടും ചോദ്യം ചെയ്ത ഇതൊരു സിനിമാ കഥ പോലെയാണ്. ഷംസുദ്ദീനെ ചോദ്യം ചെയ്യണം. കാരണം
നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പോലീസിന്റെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഉദ്യോഗസ്ഥനെ കൊല്ലുന്നു, പിന്നീട് CBI വരുന്നു, കൃത്യമായി അന്വേഷിക്കുന്നു. ഇവിടെ CBI അന്വേഷണം CBI അന്വേഷണം വേണ്ടെന്ന് പാർട്ടി സെക്രട്ടറി എന്താണ് പറയുന്നത്? പാർട്ടി സെക്രട്ടറി പറയുന്നത് CBI വന്നാൽ PP ദിവ്യ ഇപ്പൊ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ PP ദിവ്യ രക്ഷപ്പെടാൻ സാധിക്കോ, കളക്ടർക്ക് രക്ഷപ്പെടാൻ സാധിക്കോ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വമ്പൻ ശക്തികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും, ഭൂമാഫിയക്ക് രക്ഷപ്പെടാൻ സാധിക്കും, പിണറായി വരെ നിയന്ത്രിക്കുന്ന ഭരണചക്രം ഉള്ളത് പിന്നെ CPM-ലാണ്. ആ കൈകളാണ് കണ്ണൂരിൽ നവീൻ ബാബു മരിച്ചപ്പോൾ പോലീസിന്റെ അടിയന്തര യോഗം വിളിക്കാൻ ഒരു ആഭ്യന്തര മന്ത്രിക്ക് മാത്രമേ പ്രോട്ടോകോൾ അനുസരിച്ച് അധികാരമുള്ളൂ. ആ ആഭ്യന്തര മന്ത്രിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാൾ പോലീസിന്റെ അടിയന്തര യോഗം കണ്ണൂരിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ പാർട്ടിയിലുള്ള സ്വാധീനം അയാൾ പിണറായിയേക്കാളും മുകളിലാണ് എന്നുള്ളതിൽ എന്ത് സംശയമാണുള്ളത്? അയാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു വൻ ഭൂമാഫിയ ഉണ്ട്. ആ ഇടപാടുകൾ മുഴുവൻ നവീൻ ബാബുവിന് അറിയാം. അത് പുറത്തു വന്നാൽ പലരുടെയും മുഖം മൂടി പിച്ച് ചീന്തപ്പെടും. അത് അറിഞ്ഞുകൊണ്ട് നവീൻ ബാബുവിനെ ആരോ ഇല്ലാതാക്കിയത് എന്നുള്ളത് തന്നെയാണ് കുടുംബം വിശ്വസിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ മരണം ഏത് രീതിയിലാണ് അന്നേരം സ്വീകരിച്ച നടപടികൾ, ഈ ഇൻക്വസ്റ്റ് നടപടികൾ അവിടുന്ന് തുടങ്ങി പിന്നീട് പോലീസ് അന്വേഷണം വരെ ഒരുപാട് ദുരൂഹതകൾ ഉള്ളൊരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ മരണം ഒരു ആത്മഹത്യ മാത്രമാണ്, അദ്ദേഹം തൂങ്ങി മരിച്ചതാണെന്ന് വിശ്വസിക്കാൻ അത്രമാത്രം നിഷ്കളങ്കരല്ല ജനങ്ങൾ. തീർച്ചയായിട്ടും ഇതിലൊരു അന്വേഷണം വേണം. കുടുംബത്തോടൊപ്പം തന്നെയാണ് നമ്മളും. CBI അന്വേഷണം വരാനായി ഏതറ്റം വരെ കുടുംബം പോകുമോ ആ അറ്റം വരെ മാധ്യമ പ്രവർത്തകരും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം യാഥാർത്ഥ്യത്തിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ ഒപ്പം തന്നെ ഉണ്ടാകും. എല്ലാ സപ്പോർട്ടും അവർക്കൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഗോവിന്ദൻ മാസ്റ്റർ അല്ല, ഇനി തലതൊട്ടപ്പന്നെ ആര് വന്നാലും CBI അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടത് അതിനൊപ്പം തന്നെയാണ് മാധ്യമ പ്രവർത്തകർ മുഴുവൻ നിൽക്കുന്നത്.